ഇതിപ്പോൾ 6 തേങ്ങ ചിരകിയെടുത്തതാണ്. ഇത് തലേ ദിവസം ചിരകി വെച്ച തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഹസ്ബൻഡിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ആക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി വേണ്ടവർ ഇതിനു മുമ്പ് ഷെയർ ആക്കിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. തേങ്ങ മേടിക്കുമ്പോഴേ എപ്പോഴും നല്ല മൂത്ത തേങ്ങ നോക്കി മേടിക്കണം കേട്ടോ. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. കുറച്ച് ഇളയ തേങ്ങയായി പോയി മേടിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്കിത് വറുത്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കുറച്ചധികം നേരം ഇത് വറുത്തെടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും മൂത്ത തേങ്ങ മേടിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നോടൊരാളെ ഈ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. യൂട്യൂബിൽ കുറച്ച് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല റെസിപ്പി ഷെയർ ചെയ്യുക, ചമ്മന്തിപ്പൊടിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് ഒരു വീഡിയോ ചെയ്താലും അതിൽ വ്യൂസ് വളരെ കുറവാണ് കിട്ടാറുള്ളത്, പ്രത്യേകിച്ച് റെസിപ്പി വീഡിയോക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗ് ഷെയർ ആക്കുന്നത് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് അത് ഷെയർ ആക്കിയത്. വളരെ ഈസിയാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ചമ്മന്തിപ്പൊടിയൊക്കെ വളരെ കഷ്ടപ്പാടാണെന്നാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്, നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചാനലിൽ ഷെയർ ആക്കിയത്. അല്ലാതെ ഇപ്പം എഫേർട്ട് എടുത്ത് നമ്മൾ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും ഇപ്പോൾ റെസിപ്പി വീഡിയോ ആണെങ്കിൽ വളരെ വ്യൂ കുറവായിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്. പിന്നെ നമ്മൾ കൂടുതലും ഇതുപോലെ ഇങ്ങനെ വ്ളോഗ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി വ്യൂ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ആക്കുന്നത്. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരണം. ഈ ഡ്രൈ ആയി വരുമ്പോഴാണ് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. കുറച്ച് വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമുണ്ടാകും. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഇളക്കി ഒട്ടും അടിയിൽ പിടിക്കാതെ റെഡിയാക്കി എടുക്കണം. ചമ്മന്തിപ്പൊടി കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു ബോട്ടിലാണ് കേട്ടത്. ചമ്മന്തിപ്പൊടി ഞാൻ എപ്പോഴും കൊടുത്തുവിടുന്നത് 1 മാസത്തേക്ക് കണക്കാക്കിയിട്ടാണ് കേട്ടോ. കുറച്ചധികം ചമ്മന്തിപ്പൊടി റെഡിയാക്കി കൊടുത്തുവിടാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കൊടുത്തുവിടുന്നത് അച്ചാറാണ്. അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അത് അത്ര വലിപ്പമില്ല, ഈ ഒരു വലിപ്പത്തിലുള്ള ബോട്ടിലാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് കഴിഞ്ഞ വീഡിയോക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു. സഞ്ചാരം ചാനലിലുള്ള ആളെപ്പോലെ സംസാരിക്കാതെ വീട്ടിൽ സംസാരിക്കുന്ന അതേ രീതിയിൽ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാനിപ്പോൾ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് ആയിട്ടുള്ളൂ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് മാറ്റാൻ ശ്രമിക്കാം. തേങ്ങ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലി, കുരുമുളക്, പിന്നെ ഉണക്കമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ആ റെസിപ്പി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. അത് വേണ്ടവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ വറുത്തെടുക്കാം. തേങ്ങ ഡ്രൈ ആയി കിട്ടുന്ന സമയത്താണ് കേട്ടോ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് കളറ് മാറി വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് നോർമൽ സംസാരം ആണ് വേണ്ടത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കുന്ന ആ ഒരു ശീലം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നല്ല ഒരു ഫ്ലോയിൽ വരില്ല.
പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയവർക്ക് പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ ചിലപ്പോൾ അത് ഓക്കെ ആവുമായിരിക്കും. അപ്പോൾ അതുവരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ നമ്മളോട് ഷെയർ ചെയ്താൽ മതി. കമൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ പോരായ്മകളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം. ഈ ഒരു രീതിയിൽ തേങ്ങ കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളി ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഹൈയിലാക്കി വെക്കരുത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് മാത്രമാണ് ഹൈ ഫ്ലെയിമിലിടേണ്ടത്. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ മുഴുവനായിട്ടും വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി വറുത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സത്യത്തിൽ ഈ ചമ്മന്തിപ്പൊടിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ. ഒരുപാട് പണിയുള്ള ഒരു ഇതൊന്നുമല്ല. ഇത് വറുത്തെടുക്കലാണ് കുറച്ച് പണിയുള്ളത്. ആ വറുത്തെടുത്ത് ചൂടാറുന്ന ആ ഒരു സമയത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. ആ സമയത്ത് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനും കേട്ടോ. ഇതുപോലെ പുറത്തൊക്കെ ജോലിയുള്ള പിന്നെ കുക്ക് ചെയ്യാൻ മടിയുള്ള ഹസ്ബൻഡ്സിനൊക്കെ ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിപ്പൊടി റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല രീതിയിൽ വറുത്ത് എടുത്ത ശേഷം ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിർത്തി വേണം അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പൾസ് മോഡിലിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് തേങ്ങയുടെ ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വരാത്ത രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് കിട്ടാതെ വിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചമ്മന്തിപ്പൊടി പൊടിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ഇട്ട് മിക്സി അടിച്ചെടുക്കാതെ ജസ്റ്റ് പൾസ് മോഡിലിട്ട് നിർത്തി അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി റെഡിയായി കിട്ടും. പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടി നമുക്ക് ബോട്ടിലേക്ക് ഇട്ട് വെക്കാം. ബോട്ടിൽ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതായിരിക്കണം. ഒട്ടും ഇതിൽ ഈർപ്പുണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ഇത് 1 മാസം വരെയൊക്കെ നല്ല ഒട്ടും കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച ശേഷം നമ്മൾ കൊടുത്തു വിടുന്ന സമയത്ത് അവർ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് 1 മാസം വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു കേടുമില്ലാണ്ട് ഇരുന്നോളും. അപ്പോൾ പിന്നെ ചോറുണ്ണുന്ന സമയത്ത് ഈ ചമ്മന്തിപ്പൊടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്ത് ചാലിച്ചെടുത്താൽ നമുക്ക് ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അല്ലാതെ ഈ ഒരു പൊടി മാത്രമായിട്ട് വെളിച്ചെണ്ണയിൽ ചാലിക്കാതെ തന്നെ ഈ പൊടി മാത്രം ഇട്ടും ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാം. പിന്നെ ഉണ്ടല്ലോ ചിലർ വിചാരിക്കുന്നുണ്ടാകും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് മതിയെന്ന്. അത്രയും മതി, അല്ല അത്രയും നമ്മുടെ വീഡിയോ ലെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണുന്നവർ വിചാരിക്കും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. പിന്നെ ചിലരാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ചിലർ തമ്പനെയിൽ ഇടാറുണ്ട് വെറും ഇത്ര മിനിറ്റ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ യൂട്യൂബിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന അത്ര ടൈമൊന്നും പോരാ. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതായത് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ കുക്ക് ചെയ്യുക എന്ന് പറയുന്നത്, കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരുപാട് ടൈം സ്പെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കേണ്ട ഒരു സംഭവം നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ആയിരിക്കും റെഡിയാക്കി എടുക്കുന്നത്. അത്രയും ടൈം എടുത്തായിരിക്കും നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതൊക്കെ. കാരണം അതിൻ്റെ ഇടയിലൂടെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് സമയം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്നിട്ട് വളരെ ഷോർട്ടാക്കിയാണ് നമ്മൾ വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ വളരെ ഷോർട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ അധികം എഫേർട്ട് ഇടുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കൊണ്ടാണ് ഒരു 10 മിനിറ്റ് വീഡിയോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ഈ ഒരു റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കാറുണ്ട്.
വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കാറുണ്ടായിരിക്കും, ഇപ്പം മറ്റുള്ളവരുടെയൊക്കെ വീഡിയോ കാണുന്നവർ വിചാരിക്കും, ഓ അവരെന്ത് ഈസി ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്, നമ്മളെന്തോരം ടൈം എടുത്താൽ കുക്ക് ചെയ്യുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും ഈ ഒരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഷോർട്ടാക്കിയാണ് വീഡിയോ ഇടുന്നത്. അത്ര വ്യത്യാസമേ ഉള്ളൂ. അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത് തിരുതയാണ് കേട്ടോ. മോദയാണ് ഞാൻ മീൻകാരനോട് പറഞ്ഞു വിട്ടത്, പക്ഷേ പുള്ളി കൊണ്ടുവന്നത് തിരുതയായിരുന്നു. അപ്പോൾ തിരുത കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ആവശ്യത്തിന് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2.5 കിലോ തിരുതയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കാം. മസാല പുരട്ടി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ആദ്യം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പൊരിക്കാനുള്ള ആ ഒരു രീതിയിലാണ് മീൻ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം നമുക്ക് മുള്ള് കളഞ്ഞ് ചെറിയ പീസായിട്ട് ഉടച്ചെടുക്കാം. അതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ആദ്യം നന്നാക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഇത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മീൻ കഴുകി എടുക്കുന്ന സമയത്ത് ആകെ ഉടഞ്ഞു പോകും. അപ്പം നമുക്ക് നല്ല രീതിയിൽ മീൻ കഷ്ണങ്ങൾ കിട്ടില്ല. അപ്പോൾ അതിന് നല്ലത് ഇതുപോലെ പൊരിക്കുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് മസാല പുരട്ടി പൊരിച്ചെടുത്ത ശേഷം മുള്ള് കളഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി മുള്ളില്ലാത്ത മീനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു പാടൊന്നുമില്ല കേട്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്രാവൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ ഒരു പാടൊന്നുമില്ല, അതിന് മുള്ളിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളോട് അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ, അതായത് ഇപ്പം വീഡിയോയിലേക്ക് വല്ല പോരായ്മ ഉണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എല്ലാം സന്തോഷം തന്നെയാണ്. അതായത് നെഗറ്റീവ് പറഞ്ഞാലും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻ്റ് ആക്കാൻ ശ്രമിക്കണേ. അപ്പോൾ തിരുത ഇതുപോലെ 3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. ഒരുവിധം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് അത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം മീൻ കഷ്ണങ്ങൾ വറുത്തെടുക്കാനായിട്ട്. ഹസ്ബൻഡ് പോകുന്ന സമയത്ത് മിക്കവാറും ഞാൻ ചെയ്യുന്നത് അന്നത്തെ ദിവസം, ആ പോകുന്ന ദിവസമാണ് അച്ചാറാണെങ്കിലും അതുപോലെ ചമ്മന്തിപ്പൊടിയാണെങ്കിലും റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അത് ചൂടാറ്റി പാക്ക് ചെയ്യുന്നതൊക്കെ വളരെ ടെൻഷൻ പിടിച്ച കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇത്തവണ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു. അതായത് ഞാനിത് രണ്ടും റെഡിയാക്കി എടുക്കുന്നത് തലേ ദിവസമാണ് കേട്ടോ. തലേ ദിവസം നേരത്തെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് റെഡിയാക്കിയ ശേഷം ഞാനത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിലെടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്കത് ചെല്ലുമ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അപ്പം നമുക്ക് 1 മാസമൊക്കെ നന്നായിട്ട് ഒട്ടും കേട് തന്നെ ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മീനൊക്കെ വറുത്ത ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തു, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു, അതിൻ്റെ വെള്ളം മാത്രം. പിന്നെ അതിലേക്ക് മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് കോഫി പൗഡറും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തു. മുടിക്ക് നല്ല കളറ് കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ നിൽക്കുന്നതിനൊക്കെ നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഇതിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കണം. എന്നിട്ട് വേണം ഇത് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പൂ ഇട്ട് കഴുകിക്കളയാൻ. അപ്പോൾ മുടിക്ക് നല്ല കളറ് കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാനും നല്ല അടിപൊളി ഹെയർ പാക്കാണിത്. ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇന്ന് അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ഹെയർ പാക്ക് ആണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നീലമരി വെള്ളത്തിൽ കലക്കി, നീലമരിയുടെ പൊടി കിട്ടും, അപ്പോൾ ആ പൊടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ ഒരു പേസ്റ്റ് ആക്കുക. എന്നിട്ടത് ഇതുപോലെ തന്നെ ഹെയർ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ വെച്ച ശേഷം ഇതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ നമുക്ക് നരച്ച മുടിയൊക്കെ പെർഫെക്റ്റ് ബ്ലാക്ക് കളറായിട്ട് കിട്ടും.
നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം കടുകും ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറിന് വേണ്ട ഒരു മസാല പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇത് രണ്ടും കൂടി വറുത്തെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതൊന്ന് ചൂടാറി കിട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ കൊടുത്തുവിടാൻ വേണ്ടി അച്ചാറുണ്ടാക്കുന്ന സമയത്ത് എണ്ണയും വിനാഗിരിയും കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ബോട്ടിൽ നിന്നും പുറത്തേക്ക് ചാടി ഡ്രസ്സിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടാകും ലഗേജിൽ. അപ്പോൾ അതിലൊക്കെ ആയാൽ പിന്നെ പോകാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡ്രൈ ആയിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കും. എന്നിട്ട് കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നാക്കി എടുത്ത മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ്, ചതച്ചിട്ടില്ല. മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. നല്ലെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഇതൊന്ന് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരണം. ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയം വരെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ കളറ് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് അതുകൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ചാറിന് എത്ര ഗ്രേവി വേണം എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗ്രേവി എത്ര വേണം അതനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായി. അപ്പോൾ ഇതിൻ്റെ നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് അധികം ചേർത്ത് കൊടുത്താലും അധികം സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് അധികം വേണ്ടവർക്ക് അതനുസരിച്ച്, ഗ്രേവിയും അധികം വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതിൽ എണ്ണയും മുളകും ഒക്കെ കുറവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് മീൻ കഷ്ണങ്ങൾ ചേർത്തത് കൊണ്ട് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്തെടുത്ത ഉലുവയും കടുകും പൊടിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം പൊടിച്ചത് കൂടി ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ മുള്ളൊക്കെ മാറ്റിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുള്ളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും എണ്ണയും ഒക്കെ ഞാൻ കുറവാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഡെയിലി കഴിക്കാനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഉപ്പും വളരെ ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. കുറച്ച് തന്നെ ഇടും, എന്നിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അച്ചാർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ആണ് അടുത്തത്. ഇത് ചൂടാറിയ ശേഷം ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ തലേ ദിവസമാണ് ഇത് ഉണ്ടാക്കിയിരുന്നതെന്ന്. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ ശേഷം ഞാനിത് ചൂടാറ്റി ബോട്ടിലാക്കിയ ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പോകുന്ന സമയത്തെടുത്ത് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്.
ഇത് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒന്ന് ടേപ്പ് ചെയ്യുന്നുണ്ട് അച്ചാർ. അതിനുശേഷം ഈ ചമ്മന്തിപ്പൊടി ഒരു പോളിത്തീൻ കവറിലിട്ട് കവർ ചെയ്ത് ടേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലഗേജിൽ ഡ്രസ്സിൻ്റെ കൂടെയാണ് ഇത് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഒരു എക്സ്ട്രാ ഒരു കവറിലിട്ട് ടേപ്പ് ചെയ്യുന്നുണ്ട് രണ്ടും കൂടി. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.